ഈ വർഷം ഹജ്ജിന് പോകുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ, അല്ലാഹു അവരുടെ യാത്രകളൊക്കെ എളുപ്പമാക്കി സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രതിസന്ധികളും മാറി സമാധാനപൂർവം നാടുകളിൽ നിന്ന് ഹജ്ജിന് പുറപ്പെടാനുള്ള അവസരം അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഷഹാദത്ത് കലിമ 1, നിസ്കാരം 2, സക്കാത്ത് കൊടുക്കുക 3, നോമ്പനുഷ്ഠിക്കുക റമളാൻ വരുമ്പോൾ 4, ഹജ്ജിന് കഴിവുണ്ടാകുമ്പോൾ ഹജ്ജ് ചെയ്യുക 5. ഈ 5 സ്തംഭങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇസ്ലാം സമ്പൂർണമാകുന്നത് ഈ 5 കാര്യങ്ങളും കൃത്യമായി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ്. യഥാർത്ഥ മുസ്ലിം എന്ന്, യഥാർത്ഥ വിശ്വാസി എന്ന് അഭിമാന പുരസ്സരം സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാനും അവകാശം വരുന്നത് ഈ 5 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോഴാണ്. ഒരാൾ ഷഹാദത്ത് പറഞ്ഞു, നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, പക്ഷേ ഹജ്ജ് നിർബന്ധമായിട്ടും ഹജ്ജിന് പോകുന്നില്ല. ഹജ്ജ് ചെയ്യാനുള്ള പരിശ്രമങ്ങൾ തൻ്റെ ഭാഗത്തു നിന്നും ഒരു നിലയ്ക്കുമുള്ള ബാധ്യതകൾ പൂർത്തിയാക്കാൻ അവൻ തയ്യാറാകുന്നില്ല എങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ അവരുടെ ഇസ്ലാം സമ്പൂർണമായിട്ടില്ല. ഇവിടെ യഥാർത്ഥത്തിൽ എത്ര പേരുണ്ട് ഹജ്ജിന് പോകുന്നവരെന്ന് ഞാൻ നേരത്തെ ചോദിച്ചത് മനഃപൂർവ്വമാണ്. ആ കൂട്ടത്തിൽ ഇവിടെ ഷെയ്ൻ സാഹിബ് ഉണ്ട്, പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, പേരെന്നെ അമീൻ സാഹിബ്. മാഷാ അല്ലാഹ്. രണ്ടുപേരെയും എന്റെ നോട്ടത്തിൽ ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാരാകുന്ന 2 പേരും നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണ് ആ സന്ദേശം? ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം പ്രായമാകുന്നതുവരെ നീട്ടിവെക്കേണ്ട കർമ്മമല്ല. അത് പ്രായപൂർത്തിയായാൽ ഏത് സമയത്താണോ സാമ്പത്തികമായി, ശാരീരികമായി, യാത്രാപരമായി സൗകര്യം വരുന്നത് ആ സമയം, അത് പ്രായപൂർത്തിയായ ഉടനെയാകട്ടെ, 20-ലാകട്ടെ, 25-ലാകട്ടെ, 30-ലാകട്ടെ, 35-ലാകട്ടെ, ഏത് സമയത്തും ഇത് നിർവഹിക്കപ്പെടേണ്ടതാണ് എന്ന സന്ദേശമായി ഇവർ 2 പേരും നമുക്ക് നൽകുന്നു. ചിലർക്ക് ഇത് ചില ധാരണ ഉണ്ട്. ഈ ഹജ്ജ് ചെയ്യുമ്പോഴത്തേക്കും, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നത് തന്നെ പ്രായമാകുമ്പോൾ ആഗ്രഹിച്ചാൽ മതി, അല്ലെങ്കിൽ ആ സമയത്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇത് ചെയ്യാറായിട്ടില്ല. ചിലരങ്ങനെ പറയാറുണ്ട്. ഹജ്ജിന് പോകണ്ടേ? എല്ലാ അർത്ഥത്തിലും അവർ അതിന് യോഗ്യരാണ്. ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണ്, ഇപ്പൊ ഉസ്താദെ ഹജ്ജിന് പോയാൽ എന്താ ചെയ്യുക, ഇപ്പൊ ശരിയാവോ, കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആയിട്ട് വേണ്ടേ, കുറച്ചുകൂടി കഴിഞ്ഞു വേണ്ടേ, കാരണം ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ടൊക്കെ ജീവിക്കണ്ടേ. അപ്പോ ഞാൻ സത്യം പറഞ്ഞ സംശയിച്ചു പോകുന്ന ഒരു സന്ദർഭമാണ് ഈ ഷഹാദത്ത് കലിമ പറയുന്നതും ഹജ്ജ് നിസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും സക്കാത്ത് കൊടുക്കുന്നതും പിന്നെ എന്തിനു വേണ്ടിയാണ്? നമ്മളാക്കി മാറ്റാനല്ലേ? ഒരു വിശ്വാസിയെ സംസ്കരിക്കാൻ വേണ്ടിയ ഈ അമലുകളൊക്കെയും അത് ഹജ്ജിന് മാത്രമല്ല ഒരു മാറ്റം. യഥാർത്ഥത്തിൽ നിസ്കാരത്തെ പറ്റി പറഞ്ഞ് ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരം എന്ന് പറയുന്നത് ഒരാളുടെ നിഷിദ്ധമായ, നീചമായ സകല പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ തടയുന്ന അമല. അപ്പൊ ഒരാള് നന്നാകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നന്നായി പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കാതിരുന്നുള്ള അവസ്ഥ എന്താ? അതേ അവസ്ഥ തന്നെ വിളി. അത് അബദ്ധജടിലമാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു ചിന്ത പാടില്ല. ഇവിടെ പ്രായമായ ആളുകളുണ്ട്. അവർ നമുക്ക് നൽകുന്ന സന്ദേശം എന്താ? ബഹുമാന്യനായ പ്രിയപ്പെട്ട ഇക്കായെ സംബന്ധിച്ച് ഇവിടെ അനുസ്മരിച്ചു. വലിയ ഭാഗ്യവാനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരിക്കുമ്പോൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ, എന്റെ ചെവിയിൽ ഇങ്ങനെ അലയടിക്കുക. അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എല്ലാവർക്കും ആഫിയത്തോടെ അമൽ ചെയ്യാൻ തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, പ്രായം ചെന്നാലും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നതിന്റെ പേരിൽ ചെയ്യാതിരിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ഈ പ്രായമായവരൊക്കെ നൽകുന്നത്.
ബഹുമാനപ്പെട്ട നാസറിക്ക ഉൾപ്പെടെ പ്രിയപ്പെട്ടവരൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുക. പ്രായമാണെങ്കിലും ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ചെയ്തിരിക്കണം. ചിലർ പറയും ഇനിയിപ്പോ കുട്ടുവേദന, നടുവിന് വേദന, പോകാൻ പറ്റില്ല, അവിടെ പോയാൽ കുറെ നടക്കാനുണ്ട്, കുറെ അമലുകളൊക്കെ ചെയ്യാനുണ്ട്, ഇപ്പൊ പറ്റില്ല. ഞങ്ങൾ കേൾക്കാറില്ല, ഉസ്താദന്മാരൊക്കെ കേൾക്കാറില്ല ഈ വാക്കുകൾ. പലരെയും ചെന്ന് കാണുമ്പോഴത്തേക്കും ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ ചെല്ലുമ്പോൾ പറയുന്ന വാക്കുകളാണ്. പാടില്ല. ഈ അമൽ ചെയ്യാതെ ഒരാൾ കഴിവുണ്ടായിട്ട് മരണപ്പെടുക എന്നത് അയാളുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നിന്ദതയാണ്, നിസാരതയാണ്. ഖുർആൻ പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതഅ ഇലൈഹി സബീലാ. എല്ലാ അർത്ഥത്തിലും കഴിവ് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ കടമയാണ്, നിർബന്ധമാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, ചെയ്തില്ല എന്നല്ല പറയുന്നത്. ഹജ്ജിനെ പറ്റി, അതിന്റെ നിർബന്ധ ബാധ്യതയെ പറ്റി പറഞ്ഞിട്ടല്ല പറയാ. വമൻ കഫറ വമൻ ലം യഹുജ്ജ് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി ഒരാൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞ. വമൻ കഫറ, ഇനി ഒരാൾ കാഫിറായാൽ, ഒരു വാക്കാണ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യാതെ ഒരാൾ നിഷേധിയായാൽ അല്ലാഹു ഈ ലോകത്തുള്ള സകലമായ മനുഷ്യരെ തൊട്ടും നിരാശ്രയനാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹജ്ജ് ചെയ്തില്ല അങ്ങോട്ടെ എനിക്കൊന്നും വരാനൊന്നുമില്ല. നിങ്ങൾ ഒരു പക്ഷേ ഇസ്ലാമാകുന്ന ഈ സുന്ദരമായ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്ന് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുക. നബിതങ്ങളാണ് ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരാൾ ഹജ്ജിന് കഴിവുണ്ടായിട്ട് പോകാതെ മരണപ്പെടുന്ന അവസ്ഥ വരെ ബന്ധിപ്പിച്ചാൽ അവൻ ജൂതനോ നസ്രാനിയായിട്ടോ മരണപ്പെടട്ടെ. എത്ര ഗൗരവം! അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നാം ഏത് മേഖലയിൽ പ്രവർത്തിച്ചോ ഒരു തടസ്സമില്ല. രാഷ്ട്രീയത്തിൽ എവിടം വരെയും നമ്മൾ എത്തിക്കോളി, ഏത് ബിസിനസ്സിലും നമ്മൾ ബന്ധപ്പെട്ടോളി. സത്യസന്ധതയും വിശ്വസ്തതയും മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്യേണ്ട അമലുകൾ നമുക്ക് നിർബന്ധമായി വരുന്ന സമയത്ത് സമയം മാറ്റിവെക്കാതെ കൃത്യമായി നിർവഹിക്കാൻ ആദ്യമായി എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണം. ഹാജിമാർ പ്രത്യേകം ദുആ ചെയ്യണം. ഹജ്ജിന് പോകാൻ ഇവിടെ നിർബന്ധമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പ്രത്യേകം അതിനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹജ്ജിന് പോകും. ഹജ്ജിന് പോവാണല്ലോ. നമ്മൾ എന്തിനാ ഹജ്ജിന് പോകണം? പറയും അതായത് അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹ് പറഞ്ഞു നീ ഹജ്ജ് ചെയ്യണം. അള്ളാഹ് പറഞ്ഞു നീ ഹജ്ജ് ചെയ്യണം. എന്റെ റബ്ബിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ ഞാനിതാ പോകുന്നത്. എന്താണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഇതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഹജ്ജ് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു തആല ഈ ഹജ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ അടിമയുടെ അടിമത്വം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനും തന്റെ ഉള്ളിലുള്ള ഞാനെന്ന ഭാവം അത് നശിപ്പിച്ച് നാമാവശേഷമാക്കാനും വേണ്ടിയാണ്. ഹജ്ജിൽ അള്ളാഹു തആല നമ്മളെ വിളിക്കുന്നത് നമ്മുടെ ഇടയിലുള്ള അള്ളാഹു തആല നമുക്ക് ഒരു അടിമത്വം കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ് ഒഴികെയുള്ള മുഴുവൻ സൃഷ്ടികളും മനുഷ്യരും അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അള്ളാഹുവിന്റെ അടിമകളാണ്. ഈ അടിമത്വത്തെ ബോധ്യപ്പെടുത്തുക. പിന്നെ എല്ലാവരിലും ഒരു ദുസ്വഭാവം നാം അറിയാതെ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ മുളച്ചു പൊന്തുന്ന ഒന്നാണ് ഞാനെന്ന ഭാവം. എല്ലാവരുടെയും മുകളിലേക്കൊന്ന് ഉയരണം, ഞാൻ ഉയർന്നു നിൽക്കണം, ഞാൻ മികച്ചു നിൽക്കണം. ഇതൊക്കെ നമ്മുടെയൊക്കെ സഹജമായ എല്ലാവരിലും ഉണ്ട്. പറയുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരിലും ഉണ്ട്. അത് മനുഷ്യ സഹജമാണ്. സാധാരണ പറയാറുണ്ട് പണ്ഡിതന്മാരെ, മനുഷ്യന് ഈ തീ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഉയരുന്ന ഒരവസ്ഥയാണ്, ഉയർന്നു പോകുന്നു. ഇതേപോലെ മനുഷ്യരിലും അതിന്റെ ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഉയരാൻ. കാറ്റിന്റെ പ്രകൃതം എന്താ? ഒരു കാറ്റ് ഒരു നാട്ടിലേക്ക് അടിച്ചു വീശിയാൽ ആ നാടിനെ മുഴുവനും കീഴ്പ്പെടുത്തും. കൊടുങ്കാറ്റ് ഇന്ന നാടിനെ കീഴ്പ്പെടുത്തി എന്ന് നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. ഇതേപോലെ ആരെയും കീഴ്പ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇത്തരത്തിലുള്ള ദുർഗുണങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുക. ഇതാണ് അല്ലാഹു തആല ഹജ്ജിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹജ്ജിന് വരുന്ന ഒരാൾ അവിടെ വരുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ചിലപ്പോൾ ഒരുപക്ഷെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാകാം,
അതേപോലെ തന്നെ കുടുംബനാഥനാകാം, ഉയർന്ന ഉദ്യോഗ തലങ്ങളിൽ വിരാജിക്കുന്ന സർവാധരണീയനാകാം. ഉയർന്നവനാകട്ടെ, താഴ്ന്നവനാകട്ടെ, വെളുത്തവനാകട്ടെ, കറുത്തവനാകട്ടെ, ആരുമാകട്ടെ, അവിടെ വരുമ്പോൾ ഒരേ ഒരു ചിന്ത എന്താണ്? ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ ഒരു ചെറിയ അടിമ മാത്രം. നമ്മുടെ അല്ലാഹു തആല വിനീത വിധേയനാക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതിനു വേണ്ടി അപ്പൊ നമ്മൾ ഹജ്ജിന് പോകുന്നത് എന്തിന് എന്നതിന്റെ ആൻസർ ഇവിടന്നേ നമ്മൾ കണ്ടെത്തി പോകണം. അപ്പോഴേ നമുക്ക് അതനുസരിച്ച് തിരിച്ചു വരുമ്പോൾ മാറി ചിന്തിക്കാനും ജീവിക്കാനും കഴിയൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാം അമൽ ഹജ്ജിന് വേണ്ടി ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായി 3 കാര്യങ്ങൾ നമുക്ക് ഖുർആനിലൂടെ, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിലൂടെ 3 വിഷയങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അത് പ്രത്യേകം കുറിച്ചിടണം. നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ മനസ്സിൽ ഞാനൊരു ഹാജിയായി അറിയപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു ആളുകൾക്കിടയിൽ പിന്നീട് ഞാൻ പ്രശംസിക്കപ്പെടണം, ഇത്തരം ചിന്തകൾ ഒരിക്കലും വരാൻ പാടില്ല. പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ചിന്തകൾ ഇട്ടുതരും. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, നിങ്ങൾ ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം അല്ലാഹുവിന് വേണ്ടി. ലില്ലാ എന്ന് അല്ലാഹു തആല എടുത്തു പറഞ്ഞു. നിങ്ങൾ ഹജ്ജ് ചെയ്യോ ഉംറ ചെയ്യോ ആർക്ക് വേണ്ടി? ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി. അല്ലാഹുവിന്റെ തൃപ്തി, അല്ലാഹുവിന്റെ പൊരുത്തം പടച്ചവനെ നീ പറഞ്ഞതുകൊണ്ട് ഞാനിതാ എന്റെ ശരീരം കൊണ്ട്, എന്റെ സമ്പത്ത് കൊണ്ട്, എന്റെ സൗകര്യങ്ങളൊക്കെ മുടക്കി ഞാനിതാ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അടിയനിതാ ഹാജർ. അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ എളിമത്വം അവിടെ പ്രകടിപ്പിക്കുക. അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി ഉംറ നിർവഹിക്കുക. ഇത് വളരെ പ്രധാനമാണ്. വളരെ മുതൽ തഖ്വ വേണം. അല്ലാത്തതിലേക്ക് കണ്ടുപോകാതെ സൂക്ഷിക്കണം. ഇനി നമ്മുടെ നാവിന് തഖ്വ വേണം. അല്ലാത്തത് പറഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി നമ്മുടെ കൈകൾക്ക്, കാലുകൾക്ക്, ചിന്തകൾക്ക് ഒക്കെ തഖ്വ വേണം. അതനുസരിച്ച് വേണം ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനം. ഫഇന്ന ഖൈറ സാദി തഖ്വ. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടാൽ, ഹജ്ജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ അനാവശ്യമായ, നിഷിദ്ധമായ, വെറുക്കപ്പെട്ട, പാടില്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്തു പോകരുത്. ഇപ്പോ നമ്മൾ പോവുക, ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ നാടിന് നല്ല ശക്തി നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തെ യശസ്സോടെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. ചില ആളുകളൊക്കെ മുസ്ലിമീങ്ങൾ പാകിസ്ഥാന്റെ കൂടെ എന്നൊക്കെ പറയുന്നു. സോഷ്യൽ മീഡിയ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ സത്യത്തിൽ അതിന്റെ പിന്നിലെ ലക്ഷ്യമൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാട് മക്കയും മദീനയും. ഈ മക്ക മദീന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നാടുള്ളൂ. പക്ഷേ ആ മക്കയെയും മദീനയെയും സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന സൗദി ഗവൺമെന്റ് നമ്മുടെ നാടിനോട് യുദ്ധം ചെയ്യാൻ വന്നാൽ നാം ആകുന്ന ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഈ രാജ്യത്തെ പട്ടാളത്തോടൊപ്പം നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ നിലപാട്. കാരണം അതാണ് ഇസ്ലാമിന്റെ നിലപാട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഹാജിമാർക്ക് സമ്പൂർണമായ ആഫിയത്ത് നൽകുമാറാകട്ടെ. മഖബൂലും മബ്റൂറും മർദിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് വളരെ സന്തോഷത്തോടെ പാപപരിശുദ്ധരായി മടങ്ങി വരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിമുകൾക്ക് വേണ്ടി, ഫലസ്തീൻ മുസ്ലിമുകൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, അതേപോലെ ബഹുമാന്യരായ ഈ മുസ്ലിം ലീഗ് കോട്ടയം നിയോജക മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത്തരം വിഷയങ്ങൾ അൽഹംദുലില്ലാ, സാമുദായികമാകട്ടെ സാമൂഹികമാകട്ടെ ഏത് വിഷയത്തിലും അൽഹംദുലില്ലാ മുസ്ലിം ലീഗ് ചെറുചെറുക്കുള്ള കമ്മിറ്റി മുമ്പിലേക്ക് കടന്നു വന്ന് സമയോചിതമായി ഇടപെട്ട് അവരുടെ കൃത്യനിർവഹണം വളരെ കൃത്യമായി നിർവഹിക്കുന്നു എന്നത്
തീർച്ചയായും വ്യക്തിപരമായി ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. മുക്തകണ്ഠ പ്രശംസയ്ക്ക് പാത്രമാണ്. അൽഹംദുലില്ലാഹ്, ഈ പ്രവർത്തകരെ ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും നല്ല പ്രവർത്തനങ്ങളുമായി ഈ നാടിന്റെ നല്ല മാതൃകായോഗ്യരായി മാറാൻ അല്ലാഹു തആല ഇവരെ കബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവതന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ നിന്നും പുറപ്പെടുന്ന ഹാജിമാരെ അവരോട് ദുആ വസിയത്ത് ചെയ്യുവാനും സന്തോഷത്തോടുകൂടി യാത്രയക്കാനുമാണ് നാം എല്ലാവരും ഇവിടെയുള്ളത്. കാരണം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യകരമായ ഒരു യാത്രയ്ക്ക് വേണ്ടിയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പുണ്യകരമായ യാത്ര എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊരു യാത്ര ഇനിയില്ല. അത്രത്തോളം പുണ്യകരമായ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിയെടുക്കാൻ കഴിയുന്ന, സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു അവസരവും കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്നും പോകുന്ന മുഴുവൻ ഹാജിമാർക്കും ലോകത്തു നിന്നും പോകുന്ന എല്ലാവർക്കും ആ ഒരു അവസ്ഥ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷകരമായ നല്ല നിലയിൽ എല്ലാ അമലുകളും സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടുകൂടി ചെയ്ത് സന്തോഷത്തോടെ മടങ്ങി വന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കുവാനുള്ള എല്ലാവിധ തൗഫീഖും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹജ്ജ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്ന വ്യക്തിത്വങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ ഹജ്ജ് കർമ്മത്തിൽ നിങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് രാജ്യത്ത് യുദ്ധമുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കി അതിനെതിരെ ശക്തമായി നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് എനിക്ക് പ്രത്യേകമായി ഓരോരുത്തരോട് പറയാനുള്ളത്. നമ്മള് ഇറാഖില് അമേരിക്ക സഖ്യകക്ഷികളുമായി യുദ്ധം നടന്നു. നമുക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല. ആ യുദ്ധം നടത്തിയ കാലഘട്ടത്തില് ഏകദേശം, അതായത് $1 ഇറാഖിന്റെ കറൻസി 2 രൂപയുടെ കറൻസി മൂല്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഇറാഖിന്റെ കറൻസിക്ക് കൊടുത്താൽ 2 കറൻസി കൊടുത്താൽ $1 കിട്ടും. ഇന്നത്തെ ആ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 1000 ചില്ലുവാനും ഇറാഖ് കറൻസി കൊടുത്തെങ്കിൽ മാത്രമേ $1 കിട്ടും. ആ രാജ്യത്തിന്റെ തകർച്ച എവിടെ എത്തിയെന്ന് നമ്മളറിയാം. അപ്പോ യുദ്ധമുണ്ടായാൽ നമ്മുടെ രാജ്യത്തിനാണെങ്കിലും അയൽപക്ക രാജ്യമായ പാകിസ്ഥാനാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. പ്രത്യേകമായി ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് അവിടെ ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ പ്രത്യേകം യുദ്ധത്തിന് എതിരെ യുദ്ധമുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ പറയുന്നു. ഈ നിയോജകമണ്ഡലം കമ്മിറ്റി നടത്തിയ ഈ പരിപാടിയിൽ പ്രത്യേകം അഭിനന്ദനം അവരെ അറിയിച്ചു കൊടുക്കണം.